ക്ലാസ് 5 മാത്സ് ചാപ്റ്റർ 5 പാർട്ട് നമ്പർ അഥവാ ഭാഗങ്ങളുടെ സംഖ്യകൾ എന്നതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 65, 66 അതുപോലെ 68ലെയും പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പേജ് നമ്പർ 65ലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദി പിക്ചേഴ്സ് ബിലോ ഷോ എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ് ആൻഡ് കളേർഡ് 2 അറ്റ് എ ടൈം. ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സിൽ 8 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് ഒരു വൃത്തത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് കളർ 2 അറ്റ് എ ടൈം, രണ്ടെണ്ണം ഒരുമിച്ച് കളർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ 4 കളർ ചെയ്തിട്ടുണ്ട്, 2 വീതം വെച്ചിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദി കളേർഡ് പാർട്ട് ഓഫ് ഈച്ച് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്, 2 വഴികളിൽ ഈ കളേർഡ് പാർട്ടിനെ നമ്മൾ ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യണം. ആൻഡ് റൈറ്റ് ബോത്ത് ഓഫ് ദം ആസ് ഫ്രാക്ഷൻ ഇൻ ദി ബോക്സ് ബിലോ ഈച്ച് പിക്ചർ അല്ലെ. പിക്ചറിൻ്റെ താഴെയുള്ള ഈ ബോക്സിൽ അത് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. അതായത് ഭിന്നസംഖ്യ, അതായത് ഭിന്നരൂപത്തിൽ എഴുതണം അല്ലെ. 2 വ്യത്യസ്ത രീതിയിൽ 2 മെത്തേഡിൽ നമുക്ക് ഈ ഫ്രാക്ഷൻസ് ഈ ബോക്സിൽ എഴുതണം. ആദ്യത്തെ മെത്തേഡ് എങ്ങനെ എഴുതാം അല്ലെ. ഇത് ആകെ എത്ര പാർട്ടുണ്ട് അല്ലെ, 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തതില്ലേ. 8 തുല്യ ഭാഗങ്ങളുടെ മുകളിൽ 4 ഭാഗങ്ങളും താഴെ 4 എണ്ണം അല്ലേ. അങ്ങനെ ടോട്ടൽ 8 ആണ്. അപ്പോൾ 8ൽ എത്ര ഭാഗമാണ് കളർ ചെയ്തത്? 8ൽ 2 ഭാഗമല്ലേ കളർ ചെയ്തത്. അപ്പോൾ 2/8 എന്ന് ചെയ്താൽ നമുക്ക് 2/8 അല്ലേ. 8ൽ 2 ഭാഗം അല്ലേ. ടോട്ടൽ എത്ര ഭാഗമാണ് ആക്കിയത് ഇല്ലേ, അത് താഴെ അല്ലേ. താഴെ അത് എഴുതുക. എത്ര ഭാഗമാണോ കളർ എടുത്തത് അത് മുകളിൽ എഴുതുക അല്ലേ. അപ്പോൾ 2/8. ഇവിടെ ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 8 അല്ലേ. 8ൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? 1 2 3 4 അല്ലേ. അപ്പോൾ 4/8 എന്ന് എഴുതാം. അതായത് ആകെ അല്ലേ 8 ഈക്വൽ പാർട്സ്, 8 ഭാഗങ്ങളാണുള്ളത് അല്ലേ. മുകളിൽ 4 താഴെ 4 അല്ലേ. ടോട്ടൽ 8 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിൽ 2 ഭാഗമാണ് കളർ കൊടുത്തത്. ആ 2 മുകളിൽ എഴുതുക, ടോട്ടൽ താഴെ എഴുതുക അല്ലെ. ആകെ ഉള്ളതിൽ 2 എണ്ണമാണ് കളർ കൊടുത്തത്. 2 ഡിഫറെൻറ്റ് വേസിൽ 2 വഴികളിൽ എഴുതണം. ഒന്നിങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം അല്ലേ. ഈ 2 എണ്ണത്തിന് ഒന്നാക്കി എടുത്താൽ ഇതൊന്നാണ്, ഇതിന് ഒന്നാക്കി എടുക്കുക. ഇത് അടുത്തത് 2 ആണ്, ഇത് 3 ആണ് അല്ലേ, ഇത് 4 അല്ലേ. അതായത് ഇതിനെ 2 ഒന്നാക്കി എടുക്കുക. 2 വീതം ഓരോന്ന് വീതമാക്കി എടുത്താൽ ഇത് അടുത്ത പാർട്ട് അല്ലേ. ഈ 2 അടുത്ത പാർട്ട്. അങ്ങനെ ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? 4 ആക്കി എടുക്കാം അല്ലേ. 4 ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. 2 കലർ കൊടുത്തത്. ആ 2 ഒന്നാക്കി എടുക്കുക അല്ലേ. ഇത് 1 ഇത് അടുത്തത് 2, ഇത് 3, 4 ഈക്വൽ പാർട്സ് അല്ലേ ഉള്ളത്. 4 ഒരേ സൈസ് അല്ലേ. 2 വീതമുള്ള ഒരേ സൈസ് ഉള്ളതാണല്ലേ, ഒരേ ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ 4 എത്രണ്ണാണ് കളർ ചെയ്തത്? ഒരു ഭാഗം അല്ലേ. ഒരേ സൈസുള്ള 4 അതിൽ ഒരു ഭാഗമാണ് കളർ ചെയ്തത് അല്ലേ. അപ്പോൾ 4ൽ 1 എന്ന് നമുക്ക് എഴുതാം. 4 ഭാഗമാക്കിയതിൽ അതിൽ ഒരു ഭാഗത്തിനല്ലേ കളർ കൊടുത്തത് അല്ലേ. ഒരു ഭാഗത്തിനാണ്. 8 ഭാഗങ്ങളിൽ 2 കളർ കൊടുത്തിട്ടുണ്ട്. 4 ആണെങ്കിലോ 2 മെത്തേഡ് എഴുതാൻ പറഞ്ഞിട്ടില്ലേ. 2 ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഭാഗത്തിനാണ് കളർ ചെയ്തത് അല്ലേ. എല്ലാ സർക്കിളിനെ വൃത്തത്തെ 8 ഭാഗങ്ങളാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ. 8 ഈക്വൽ പാർട്സ്. ഇവിടെ 8 ഉണ്ട്. അതിൽ ഇവിടെ 4 ഷെയ്ഡ് ചെയ്തത്. 8 ഭാഗമാക്കിയതിൽ 4 ഷെയ്ഡ് ചെയ്തത് അല്ലേ. 8 ഉണ്ട്. അതിൽ മുകളിലെ 4 കളർ കൊടുത്തത്. അല്ലെങ്കിൽ ഒരു മെത്തേഡ്, 2 മെത്തേഡ് എഴുതണം അല്ലേ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇത് സർക്കിളിൻ്റെതാ ഒരു പകുതി ഭാഗം ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് സർക്കിളിൻ്റെ നേർ പകുതി എന്താണ് കളർ ചെയ്തിട്ടുണ്ട് അല്ലേ. വേറൊരു പകുതി കാലിയാണ് അല്ലേ. അപ്പോൾ സർക്കിളിനെ ഇതൊരു ഭാഗമാക്കി എടുത്താൽ ഇത് അടുത്ത ഭാഗം അല്ലേ. സർക്കിളിൻ്റെ സെൻറ്ററിലാണ് അല്ലേ. ഇതൊരു ഭാഗം, ഇത് 2 ഭാഗം. അപ്പോൾ 2 ഭാഗത്തിൽ ഒരു ഭാഗമാണ് കളർ ചെയ്തത്. ടോട്ടൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അല്ലേ 2 അതിൽ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തത് അല്ലേ. 2 ഭാഗമാക്കിയാൽ 2ൽ ഒരു ഭാഗം മൊത്തം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹാഫ്, ഒരു സർക്കിളിൻ്റെ ഹാഫ്, അര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ പിക്ചറിൽ 8 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? ടോട്ടൽ 8 ആണ്. അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? 1 2 3 4 5 6 അല്ലേ. 6 ഭാഗം, 6 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. കളർ കൊടുത്ത ഭാഗം അല്ലേ. കളർ കൊടുത്ത ഭാഗത്തിൻ്റെ ഫ്രാക്ഷനാണ് ചോദിച്ചത് അല്ലേ. ഭിന്നസംഖ്യയാണ്. ഭിന്നരൂപം എങ്ങനെയാണ്? ടോട്ടൽ 8 ആണ്. അത് താഴെത് അതിൽ 6 ഭാഗം കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം 8ൽ 6 ഭാഗം കളർ കൊടുത്തു അല്ലേ. ടോട്ടൽ താഴെ എഴുതുക അല്ലേ. ഇനി വേറൊരു മെത്തേഡ്, 2 ഡിഫറെൻറ്റ് വേസിൽ എഴുതണം അല്ലേ. ഇതിനൊന്നാക്കിയെടുത്താൽ അല്ലേ. കളർ കൊടുക്കാത്ത ഭാഗം അതാ ഇതൊന്നല്ലേ. അതേപോലെയുള്ള ഇതൊന്നാണെങ്കിൽ ഇതെന്താണ് അടുത്തത്? ഇത് 2 രണ്ടാമത്തെ ഭാഗം. അതേപോലെ 2 വീതം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 3ാമത്തെ ഭാഗം, ഇതെന്താണ് 4ാമത്തത് അല്ലേ. അതേപോലത്തെ 4 ഈക്വൽ പാർട്സ് ആക്കാം. ആ 4 ഈക്വൽ പാർട്സിൽ എത്രണ്ണാണ് കളർ കൊടുത്തത്? 1 2 3 3 കളർ കൊടുത്തിട്ടുണ്ടല്ലേ. 4 ഈക്വൽ പാർട്സ് ആക്കുകയാണെങ്കിൽ അതിൽ 3 കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇതേപോലത്തെ 4 ആക്കി അല്ലേ. 4 എത്ര 1 2 3 അല്ലേ. 3 ഷെയ്ഡ് ചെയ്തതാണ്. ഒരു ഭാഗമാണ് കളർ കൊടുക്കാത്തത് അല്ലേ. കളർ കൊടുത്തതിൻ്റെ ഫ്രാക്ഷനാണ് അല്ലേ. ഭിന്നരൂപമാണ് വേണ്ടത്. ഇത് 4 ആക്കി അത് താഴെ ടോട്ടൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 3 നമ്മൾ കളർ കൊടുത്തു അല്ലേ. ഫസ്റ്റത്തെ മെത്തേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ. ആകെ എത്ര ഉണ്ട്, അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തതെന്ന് എഴുതുക. ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് കിട്ടാൻ വേറൊരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ചെയ്തത് ശരിയാണോ ചെക്ക് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാമല്ലേ. അതായത് വെട്ടി ചെറുതാക്കുക അല്ലേ. 2 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 ആണ് 2 അല്ലേ. അതേപോലെ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? 2 × 4 അല്ലേ 8. 2 4s are 8. 2 4s are 8 അല്ലേ. 8 എന്ന് പറയുന്നത് 2 4 ആണ്. 2 4 8 ആണ്. 1 2 2 ആണ്. അപ്പോൾ 2 കോമൺ ആയിട്ടുണ്ട് അല്ലേ. 2 വെട്ടിയാൽ 1/4 അതല്ലേ ഇത് 1/4. നെക്സ്റ്റ് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ദി പിക്ചേഴ്സ് ബിലോ ഷോ സർക്കിൾസ് ഡിവൈഡഡ് ഇൻറ്റു 12 ഈക്വൽ പാർട്സ് വിത്ത് സം ഓഫ് ദി പാർട്സ് കളേർഡ്. ഒരു സർക്കിൾ എങ്ങനെ 12 ഈക്വൽ പാർട്സിലെ 12 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ കളർ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദി കളേർഡ് പാർട്ട് ഓഫ് ഈച്ച് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. 2 വ്യത്യസ്ത വഴികളിൽ നമ്മളെന്താണ് ഈ കളേർഡ് പാർട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യണം. ആൻഡ് റൈറ്റ് ബോത്ത് ഓഫ് ദം ആസ് ഫ്രാക്ഷൻ ഇൻ ദി ബോക്സ് ബിലോ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിൻ്റെ താഴെയുള്ള ഈ ബോക്സിൽ നമ്മൾ അതിൻ്റെ ബോത്ത് ഫ്രാക്ഷൻസിലെ രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറഞ്ഞു അല്ലേ. നേരത്തെ അതേപോലെ തന്നെ അതിൻ്റെ 2 വ്യത്യസ്ത ഫ്രാക്ഷൻസ് ഭിന്നരൂപങ്ങളും നമ്മളിവിടെ എഴുതണം. അപ്പോൾ ആകെ 12 ഈക്വൽ പാർട്സിലെ 12 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ. ടോട്ടൽ 12 ആണ് അല്ലേ. താഴെ 6 1 2 3 4 5 6 അല്ലേ. മുകളിലും 6ഉം 6ഉം 12 അല്ലേ. 12 ഭാഗങ്ങൾ 12 ഈക്വൽ പാർട്സ് ആണ്. അതിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? 1 2 3 അല്ലേ. 3 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 12ൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗം മുകളിൽ എഴുതുക. ഇനി എങ്ങനെ നമുക്ക് വേറൊരു മെത്തേഡ് 2 ഡിഫറെൻറ്റ് വേസിൽ എഴുതണം അല്ലേ. ഫ്രാക്ഷൻസ് ഭിന്നരൂപം, വേറൊരു ഫ്രാക്ഷൻ കൂടി നമ്മൾ എഴുതണം. ഈ കളർ ചെയ്തത് എത്ര എണ്ണം ഉള്ളത്? 1 2 3 3 വരുന്ന 1 അത് ഒന്നായിട്ട് കൺസിഡർ ചെയ്താൽ അടുത്ത 3 നമ്മൾ അടുത്തത് അല്ലേ. നെക്സ്റ്റ് 3 അടുത്തത് ഒന്നായിട്ട് എടുക്കുക. നെക്സ്റ്റ് 3 4 അല്ലേ. അപ്പോൾ 4 ഭാഗങ്ങളാക്കിയല്ലേ ഇതുപോലത്തെ 1 അല്ലേ. അങ്ങനെ 4 ഈക്വൽ പാർട്സ് ആക്കാം അല്ലേ. ഇതിനെ ഒന്നാക്കി കൺസിഡർ ചെയ്താൽ അതേപോലത്തെ രണ്ടാമത്തതിലെ 3 വരുന്ന രണ്ടാമത്തത്, 3 വരുന്ന മൂന്നാമത്തത്, 3 വരുന്ന നാലാമത്തത്. 4 ഈക്വൽ പാർട്സിലെ 4 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം അല്ലേ. ഇങ്ങനെ 3 വരുന്ന 1 ഷെയ്ഡ് ചെയ്തത് അല്ലേ. ഇതിനെ മൊത്തം ഈ 3 ഒന്നായിട്ട് എടുക്കുക നമ്മൾ അല്ലേ. 4 ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ടോട്ടൽ 4 ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു അല്ലേ. 4 ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഫുള്ള് കളർ കൊടുത്തതില്ലേ. 3 വരുന്ന 1. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ വെട്ടി ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ഈ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അതായത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 1 3s are 3 അല്ലേ. ഒരു 3 3 എത്ര 12 എത്ര 3 4 3 അല്ലേ 12. 4 3s are 12 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3യും ക്യാൻസൽ ചെയ്താൽ 1/4 അല്ലേ. 1/4 എന്നുള്ള ഈ ആൻസർ കിട്ടും. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ട് നമുക്ക് വെട്ടി ചെറുതാക്കിയിട്ടില്ലേ ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിലും ആൻസർ കണ്ടെത്താം. നിങ്ങളിങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടി ചെറുതാക്കി നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതും 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ആ 12 എണ്ണത്തിൽ എത്ര 1 2 അല്ലേ. 2 കളർ കൊടുത്തത് അല്ലേ. 12 ഈക്വൽ പാർട്സിൽ 2 അല്ലേ. 12ൽ 2 ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ. 12 ഈക്വൽ പാർട്സ് അതിൽ 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു മെത്തേഡ് എങ്ങനെ ഈ 2 അല്ലേ കളർ കൊടുത്ത ഈ 3 നമ്മൾ ഒന്നായിട്ട് കൺസിഡർ ചെയ്തു. അതുപോലെ ഈ 2 ഒന്നായിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ. ഇതൊന്നാണെങ്കിൽ അടുത്ത 2 2 അല്ലേ. അടുത്ത 2 മൂന്നാമത്തെ ഭാഗം, അടുത്തത് 4, അടുത്തത് 5 അങ്ങനെ 6 ഭാഗമാക്കാം അല്ലേ. 2 വീതം ഓരോന്നാക്കി എടുക്കുക. 1 2 3 4 5 6 ഈക്വൽ പാർട്സിൽ ഒരു ഭാഗത്തിനല്ലേ ഷെയ്ഡ് ചെയ്തത്. 6 ഈക്വൽ പാർട്സിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്. 6 ആക്കിയത് ഒരു ഭാഗം അല്ലേ. അതായത് ഷെയ്ഡ് ചെയ്ത ഈ കളർ കൊടുത്ത ഭാഗത്തിന് ഒന്നാക്കി എടുക്കുക അല്ലേ. അതേപോലത്തെ 2 വീതമുള്ള രണ്ടാമത്തെ ഭാഗം അല്ലേ 3 4 5 6 അല്ലേ. 6 ഈക്വൽ പാർട്സ് ആക്കാം. അതിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്. അല്ലെങ്കിലോ 2ൻ്റെ പകുതി 1 അല്ലേ. 12ൻ്റെ പകുതി 6 അല്ലേ. വെട്ടി ചെറുതാക്കിയാൽ എന്താണ് 1/6 അല്ലേ. നേർപകുതിയാണ് ഇത് അല്ലേ. നെക്സ്റ്റ് ഇത് എത്രയാണ്? ടോട്ടൽ എത്രയാണ്? 12 പാർട്സ് ഉണ്ട് അല്ലേ. 12 ഭാഗങ്ങളുണ്ട്. അതിൽ എത്ര ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്? 1 2 3 4 അല്ലേ. 4 ഭാഗങ്ങൾക്ക് കളർ കൊടുത്തിട്ടുണ്ട്. വേറൊരു മെത്തേഡ് എങ്ങനെ ഈ 4 ഒന്നാക്കി കൺസിഡർ ചെയ്യുക. ഈ 4 നമ്മൾ ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ അല്ലേ അടുത്ത 4 1 2 3 4 അല്ലേ. അടുത്തതിന് 2 ആക്കി എടുക്കാം. അടുത്ത 4 അല്ലേ. ഈ 4 3 ഭാഗം അല്ലേ. 3 ഈക്വൽ പാർട്സ് ആക്കാം. അതിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്. ടോട്ടൽ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. എത്ര ഭാഗമാണോ ഷെയ്ഡ് ചെയ്തതില്ലേ 4 അതേപോലത്തെ ഈക്വൽ പാർട്സിലെ അടുത്ത 4 എടുക്കുക. അടുത്ത 4 എടുത്താൽ 3 ഈക്വൽ പാർട്സ് ആക്കാം അല്ലേ. അതിലൊരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. 3 1. നെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരു സർക്കിളിൻ്റെ നേർപകുതി അല്ലേ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഇതെന്താണ് 12 ഈക്വൽ പാർട്സ് ആണ്. ആ 12 എത്ര എണ്ണമാണ് ഷെയ്ഡ് ചെയ്തത്? 12 6 അല്ലേ. 1 2 3 4 5 6 6 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 6/12 എന്ന് എഴുതാം. അതേപോലെ എന്ത് ചെയ്താം? ഈ 12 6 ആണല്ലേ ഷെയ്ഡ് ചെയ്തത്. 6 ഒന്നാക്കി എടുക്കാം അല്ലേ. അതേപോലെ 6 താഴെ അല്ലേ സർക്കിളിൻ്റെ നേർപകുതി അല്ലേ. അപ്പോൾ ഈ പകുതിയെ നമുക്ക് ഒന്നാക്കി എടുത്താൽ ഇത് വേറൊരു പകുതിയിലെ 2. അപ്പോൾ 2 ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തതില്ലേ. 2ൽ ഒരു ഭാഗം. ടോട്ടൽ 2 ഭാഗം. അതിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തതില്ലേ. 2ൽ ഒരു ഭാഗം അല്ലെ. അര ഭാഗം അല്ലെ. ഒരു സർക്കിളിൻ്റെ നേർപകുതിക്കാണ് അര ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്. നെക്സ്റ്റ് 12 ഈക്വൽ പാർട്സ് ഉണ്ട് ടോട്ടൽ. അതിൽ എത്രത്തിനാണ് ഷെയ്ഡ് ചെയ്തത്? 1 2 3 4 5 6 7 8 9 അല്ലേ. 9 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 12 9. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കളർ ചെയ്ത ഭാഗം അല്ലേ. ഇത്രയും ഭാഗം ഇവിടേക്കില്ലല്ലോ. അപ്പോൾ കളർ ചെയ്യാത്ത ഭാഗം എടുക്കുക അല്ലേ. 3 വെച്ചിട്ട് ഒന്നാക്കി എടുക്കാം അല്ലേ. ഈ 3 നമ്മൾ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത 3 2, അടുത്ത 3 3, നെക്സ്റ്റ് 3 4 അങ്ങനെ 4 ഈക്വൽ പാർട്സ് ആക്കാം. ആ 4 ഈക്വൽ പാർട്സിൽ എത്ര കളർ ചെയ്തിട്ടുണ്ട്? 1 2 3 ഭാഗങ്ങൾ കളർ എടുത്തിട്ടുണ്ട് അല്ലേ. 4 ഈക്വൽ പാർട്സ് ആക്കുകയാണെങ്കിൽ 4 ഈക്വൽ പാർട്സ് ആക്കുകയാണെങ്കിൽ അതിൽ എത്ര 3 കളർ ചെയ്തിട്ടുണ്ട് ഇല്ലേ.
ഇതൊരു ഭാഗമാണ് അല്ലേ, അതേപോലത്തെ ഒന്നിൻ്റെ അതേപോലത്തെ അതേ അളവിലുള്ള രണ്ടാമത്തെ ഭാഗമല്ലേ, അതേപോലെ 1 2 3 അല്ലേ, 3 ഈക്വൽ പാർട്സിന് കളർ ചെയ്തിട്ടുണ്ട്. 4 ആക്കുകയാണെങ്കിൽ അതേപോലെ ഇതെത്ര ഉണ്ട്, 12 ഈക്വൽ പാർട്സ് ഉണ്ട് ടോട്ടൽ. ആ 12 എണ്ണത്തിൽ എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട്, 1 2 3 4 5 6 7 8 അല്ലേ, 8 എണ്ണം കളർ ചെയ്തിട്ടുണ്ട്. വേറൊരു ഭിന്നരൂപം ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം, ഇതെത്രണ്ണാണ്, 4 എണ്ണം അല്ലേ. ഈ 4 എണ്ണത്തിന് നമ്മൾ ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ, ഈ 4 എണ്ണത്തിന് ഒന്നാക്കി എടുക്കുകയാണെങ്കിൽ അടുത്ത 4 എണ്ണം അല്ലേ രണ്ടാമത്തെ ഭാഗം, അടുത്ത 4 എണ്ണം വേറെ മൂന്നാമത്തെ ഭാഗം അല്ലേ, അങ്ങനെ 3 ഭാഗമാക്കാം അല്ലേ. 4 എണ്ണം വീതമുള്ള ഈക്വൽ പാർട്സ് അല്ലേ, 4 എണ്ണം വീതമുള്ള 1 2 3, ആ 3 എണ്ണം ആക്കുകയാണെങ്കിൽ അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 1 2 അല്ലേ, 2 ഭാഗം കളർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ മൂന്നാമത്തെ ചോദ്യം, ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ആസ് ഷോൺ ബിലോ. താഴെ തന്നതുപോലെ സ്ക്വയർ വരച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക അല്ലേ. 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ, താഴെ 4 എണ്ണം മുകളിൽ 4 എണ്ണം. കളർ 1/8 ഓഫ് ദി സ്ക്വയർ വിത്ത് റെഡ്, 1/4 വിത്ത് ഗ്രീൻ ആൻഡ് 1/2 വിത്ത് ബ്ലൂ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഈ സമചതുരത്തിൻ്റെ 1/8 ഭാഗം നമ്മൾ റെഡ് കളറാണ് കൊടുക്കേണ്ടത് അല്ലേ. 1/8 8ൽ ഒരു ഭാഗം, 8ൽ ഒരു ഭാഗം, 8 ഭാഗം ഉണ്ട് അല്ലേ, ടോട്ടൽ 8 ആണ്. അതിൽ ഒരു ഭാഗത്തിനാണ് നമ്മൾ റെഡ് കൊടുക്കേണ്ടത്. ഒരു ഭാഗം അല്ലേ, ഒറ്റ ഭാഗത്തിന് റെഡ് കൊടുക്കാം. 8ൽ ഒരു ഭാഗം, 8 ഭാഗം ഉണ്ട്, അതിൽ ഒരു ഭാഗത്തിനാണ് റെഡ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 1/4 വിത്ത് ഗ്രീന് അല്ലേ, 4ൽ ഒരു ഭാഗത്തിനാണ് ഗ്രീന് കൊടുക്കേണ്ടത്. ഇത് 8 എണ്ണം ഉണ്ട് അല്ലേ, 4 എണ്ണം ആക്കാൻ എന്താ ചെയ്യേണ്ടത്, 4 ഈക്വൽ പാർട്സ് എങ്ങനെ ആക്കാം അല്ലേ, 2 എണ്ണം വീതമുള്ള ഓരോന്ന് എടുക്കുക അല്ലേ. ഇത് ഒന്നായിട്ട് എടുത്താൽ ഇത് 2, ഇത് 3, ഇത് 4ാമത്തെ ഭാഗം അല്ലേ, ഇതല്ലേ 4 അല്ലേ, 4 ഈക്വൽ പാർട്സ് അല്ലേ. 4 എണ്ണത്തിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്നിൽ ഷെയ്ഡ് ചെയ്യണം അല്ലേ. ഈ താഴെയുള്ളത് നമ്മൾ ടോട്ടലാണ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ പാർട്സ് ആക്കണം. ഓക്കെ, ഇവിടെ 8 ഈക്വൽ പാർട്സ് ആണ് താഴെ. അപ്പോൾ 8 എണ്ണം ഉള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ 8 ആണ്, ഇവിടെ 4 ആണ് താഴെയുള്ളത് അല്ലേ. 4 എണ്ണത്തിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 എണ്ണം അല്ലേ, ഇത് 1, ഇത് 2, ഇത് 3, 4, അങ്ങനെ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ 4 എണ്ണം ആക്കിയതിൽ ഒരു ഭാഗത്തിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാണ് 4 സമചതുരങ്ങളാക്കാം അല്ലേ, ഇതിനെ 4 സ്ക്വയേഴ്സ് ആക്കാം. എന്താ 1 2 3 4, 4 എണ്ണത്തിൽ ഒരു ഭാഗത്തിനാണ് ഗ്രീൻ കളർ കൊടുക്കേണ്ടത്. ആൻഡ് 1/2 വിത്ത് ബ്ലൂ അല്ലേ, 2ൽ ഒരു ഭാഗത്തിനാണ് ബ്ലൂ. ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നേർപകുതി അല്ലേ, അതിൽ ഒരു ഭാഗം ഫുള്ള് നമ്മൾ ബ്ലൂ കളർ കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ പകുതി ഭാഗം ഫുള്ള് നമ്മൾ ബ്ലൂ കളർ കൊടുക്കണം. ഒരു സ്ക്വയറിൻ്റെ നേർപകുതിയില്ലേ, 2ൽ ഒരു ഭാഗത്തിന് ഇതാ 1 ഇതും 1 ഇതും അല്ലേ, 2 ചതുരങ്ങളാക്കിയാൽ അതിൽ ഒന്നിന് നമ്മൾ ഫുള്ള് ബ്ലൂ കളർ കൊടുക്കുക. 2ൽ ഒരു ഭാഗത്തിന് 2 എണ്ണാക്കിയതിൽ ഒരു ഭാഗം അല്ലേ, പകുതി ഫുള്ള് നമ്മൾ ബ്ലൂ കൊടുത്തു. 4 എണ്ണത്തിൽ ഒരു ഭാഗത്തിന് ഗ്രീൻ അല്ലേ, 4 ആക്കിയതിൽ ഒരു ഭാഗം ഫുള്ള് ഗ്രീന് കൊടുത്തു. 8 ഭാഗം അല്ലേ, 8 ഭാഗമാണ് ഇത് ഉണ്ടായിരുന്നത്, അതിൽ ഒരു ഭാഗത്തിനാണ് റെഡ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈസ് ദർ എനി പാർട്ട് ലെഫ്റ്റ് അൺകളേർഡ്, കളർ കൊടുക്കാതെ അൺകളേർഡ് ആയിട്ട് ഏതെങ്കിലും ഭാഗം ബാക്കിയുണ്ടോ, ലെഫ്റ്റ് ആയിട്ടുണ്ടോ, ഉണ്ടല്ലേ, ഒരു ഭാഗം ബാക്കിയുണ്ട്. 8ൽ ഒരു ഭാഗം ബാക്കിയുണ്ട് ഇല്ലേ. വാട്ട് പാർട്ട് ഓഫ് ദി വോൾ സ്ക്വയർ ഈസ് ഇറ്റ് അല്ലേ, വോൾ സ്ക്വയർ മൊത്തം സ്ക്വയറിൻ്റെ എത്ര ഭാഗമാണ് അല്ലേ, മൊത്തം ചതുരത്തിൻ്റെ സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ് കളർ ചെയ്യാത്തതുള്ളത് അല്ലേ. 8ൽ ഒരു ഭാഗമാണ് കളർ കൊടുക്കാത്തതുള്ളത് അല്ലേ. 1/8 ഓഫ് ദി വോൾ സ്ക്വയർ അല്ലേ, വോൾ സ്ക്വയറിൻ്റെ 1/8 ഭാഗം അല്ലേ, ഒരു ഭാഗമാണ് കളർ കൊടുക്കാത്തത്. റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ആക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം അല്ലേ, 8 ഭാഗമാണ് ടോട്ടൽ ഉണ്ടായിരുന്നതില്ലേ, അതിൽ ഒരു ഭാഗമല്ലേ ഷെയ്ഡ് ചെയ്യാത്തതുള്ളത് അല്ലേ. നമ്മൾ 8ൽ ഒരു ഭാഗം കളർ കൊടുത്തു, അതേപോലെയുള്ള ഒരു ഭാഗമല്ലേ ഇത്, 8ൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാത്തത് അല്ലേ. അപ്പോൾ 1/8 എന്ന് എഴുതാം അല്ലേ. ഫ്രാക്ഷൻ ഇല്ലേ, ഭിന്നരൂപത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഭിന്നരൂപം എന്ത് എഴുതാം അല്ലേ, 8ൽ ഒരു ഭാഗം 1/8 എന്ന് എഴുതാം. നെക്സ്റ്റ് 68ൽ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അതുകൂടി ചെയ്താൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ വിത്ത് ടൈംസ് അല്ലേ, ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇൻ ഈച്ച് ഓഫ് ദി പിക്ചർ ബിലോ ഫൈൻഡ് ഹൗ മച്ച് ഈസ് കളേർഡ് അല്ലേ, താഴെ തന്നിട്ടുള്ള ഓരോ പിക്ചറും എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ ഇൻ ദി ബോക്സ് ഓൺ ദി റൈറ്റ്. റൈറ്റിലുള്ള ഈ ബോക്സിൽ അത് ഫ്രാക്ഷൻ ആക്കിയിട്ട് ഭിന്നരൂപത്തിൽ എഴുതണം. കളർ ചെയ്ത ഭാഗത്തിൻ്റെ ഭിന്നരൂപം ഫ്രാക്ഷനാണ് എഴുതേണ്ടത്, അൺകളർ ആയിട്ടുള്ള കളർ ചെയ്യാത്തതിൻ്റെതല്ല അല്ലേ, കളേർഡ് പോർഷൻ്റെ ഭിന്നരൂപമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതെന്താണ്, ഒരു ഭാഗം ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിലോ 4 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ ഇതിൽ ഒരു ഭാഗം ഒരു സർക്കിൾ ഫുള്ള് കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതിലോ 4 എണ്ണാക്കിയിട്ട് ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, 1 2 3 4 അല്ലേ. 4 ഭാഗമാക്കിയതിൽ എത്ര ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ, അതിൽ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തത്. അപ്പോൾ 4ൽ ഒരു ഭാഗത്തിന് കളർ കൊടുത്തു അല്ലേ, ഒരു ഭാഗം ഫുള്ള് കളർ കൊടുത്തത് അത് 1/4 എന്ന് എഴുതാം അല്ലേ. ഇതിൻ്റെ ഫ്രാക്ഷൻ ഭിന്നരൂപം 1/4 അല്ലേ, 4ൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ഇവിടെ 1 ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, 3ൽ 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്.
നെക്സ്റ്റ് ഒരു സർക്കിൾ ഫുള്ളായിട്ട് കളർ കൊടുത്തിട്ടുണ്ട്, അത് 1 ആക്കി തന്നെ എഴുതാം. നെക്സ്റ്റ് ഇവിടെ 3 ഈക്വൽ പാർട്സ് ഉണ്ട് അല്ലേ, ടോട്ടൽ 1 2 3 അല്ലേ, 3 എണ്ണത്തിൽ 3 എണ്ണം ആക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്തിനല്ലേ ഷെയ്ഡ് ചെയ്തത് അല്ലേ, 3-ൽ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തത്. 3 എണ്ണം അല്ലേ ടോട്ടൽ തായത്, അതിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്. 1 1/3 എന്ന് എഴുതാം. നെക്സ്റ്റ് 2 സർക്കിൾ ഫുള്ളായിട്ട് കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതാം ഫ്രാക്ഷൻ. നെക്സ്റ്റോ ഇവിടെ ഒരു സർക്കിൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, 1 2 3 4 അല്ലേ, 4 എണ്ണം ഉണ്ട്. അതിൽ എത്ര ഭാഗത്തിനാണ് കളർ കൊടുത്തത്, ഒരു ഭാഗം അല്ലേ, അതിൽ ഒരു ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്. 2 1/4 എന്നത് 4 എണ്ണാക്കി ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗത്തിന് കളർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ 3 സർക്കിളിന് ഫുള്ളായിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സർക്കിളിൻ്റെ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്, 1 2 3 4 5 6 അല്ലേ, 6 ഈക്വൽ പാർട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ എത്ര ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തത്, ഒരു ഭാഗത്തിന് അല്ലേ, 6 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തത്. അപ്പോൾ 3 1/6 അല്ലേ, 6 അല്ലേ ടോട്ടൽ 6 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിൽ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തത് അല്ലേ, അതിലൊരു ഭാഗം 1/6. അപ്പോൾ 3 1/6 അല്ലേ, 2 1/4 1 1/3 1 1/4 അല്ലേ, 4-ൽ ഒരു ഭാഗം അല്ലേ. അപ്പോൾ ഇതെന്താണ്, മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, മിശ്ര ഭിന്നരൂപമാണ്. ഒരു ഫ്രാക്ഷൻ, ഒരു നമ്പർ ഉണ്ട് അല്ലേ, ഫസ്റ്റ് ഒരു നമ്പറാണ്, പിന്നെ ഒരു ഭിന്നസംഖ്യയാണ് അല്ലേ, ഒരു ഫ്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ വിത്ത് ടൈംസ്, സമയത്തോടൊപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വ്യക്തമായിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ വേണ്ടവർക്ക് എന്താണ് ക്ലാസ് 5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.